അറ്റൻഷൻ പ്ലീസ്, അറ്റൻഷൻ പ്ലീസ് എന്ന് പറയാം. അതിന് അറ്റൻഷൻ പ്ലീസിന് ഹിന്ദിയിൽ എങ്ങനെ പറയാം നിങ്ങൾക്കറിയാമോ? ധ്യാൻ ലീജിയേ, ധ്യാൻ ലീജിയേ, മാഫ് കീജിയേ, ധ്യാൻ ലീജിയേ എന്നൊക്കെ പറയും. ധ്യാൻ ലീജിയേ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റൻഷൻ ആവൂ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ധ്യാൻ രഖ്ന, ധ്യാൻ രഖ്ന എന്ന് പറയും, നല്ലോണം ശ്രദ്ധിക്കണേ എന്ന് പറയും. അപ്പൊ ധ്യാൻ ലീജിയേ എന്ന് പറഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കണം, അറ്റൻഷൻ എന്നാണ്. അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു വാക്കാണ് ഖ്യാൽ രഖിയേ, ഖ്യാൽ രഖിയേ ഭായി, ഖയാൽ രഖ്ന എന്ന് പറയും. അത് ഉറുദു എന്ന വാക്കായിരിക്കും. ഖയാൽ രഖ്ന, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണേ. ഖയാൽ ലീജിയേ എന്ന് പറയും. അപ്പൊ ഖയാൽ കർണ ശ്രദ്ധിക്കുക, ധ്യാൻ ലേന ശ്രദ്ധിക്കുക. ഇത് രണ്ടും നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങൾ കേൾക്കുന്ന വാക്കാണ്. അതുപോലത്തെ രണ്ട് വാക്കുകൂടി നമുക്ക് പഠിച്ച് ഈ വിഷയത്തിൽ പൂർണ്ണമായും നിങ്ങൾക്ക് ഹിന്ദിക്കാരെ പോലെ സംസാരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്താം. അതാണ് യാദ് രഖ്ന. ഈ യാദ് രഖ്ന സംസാരിക്കുമ്പോൾ പറയും, ആ ഭായ് യാദ് രഖ്ന, ഈ ചീസ് ബോൽനാ നഹീ, യാദ് രഖ്ന, മറക്കരുത്, ഓർമ്മിക്കണം. യാദ് രഖ്ന, യാദ് ഹോനാ ചാഹിയേ, ഓർമ്മയുണ്ടായിരിക്കണം. ഇതാണ്. നാലാമത്തെ ഒന്നാണ് കോശിഷ് കർണ. ഏതൊരു സംഗതി നമുക്കൊരു കോശിഷ് ഉണ്ടാവണം. കോശിഷ് കർണ ഹെ, നിങ്ങൾ നന്നായി എന്താക്കണം? അതിൽ പരിശ്രമിക്കണം, അതല്ലെങ്കിൽ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. കോശിഷ് രക്കോ, കോശിഷ് കരോ എന്ന് പറയും. मैंने बहुत कोशिश किया, मैंने बहुत कोशिश किया, अभी तक मिला नहीं है. ഞാൻ ഇത്രയും നന്നായി പരിശ്രമിച്ചു, പക്ഷെ എനിക്കത് കിട്ടിയില്ല. പരിശ്രമിക്കുക, കോശിഷ് കർണ, പരിശ്രമിക്കുക. ഞാൻ നന്നായി പരിശ്രമിച്ചു. आप जितने आपके जिंदगी में कोशिश करते हैं ना, उतने ज़्यादा आपको चीज़ें मिलते हैं, कामयाब भी होते हैं. നിങ്ങൾ എത്രത്തോളം നന്നായി പരിശ്രമിക്കുന്നോ അത്രയും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കോശിഷ് കർണ, ധ്യാൻ ലേന, और ധ്യാൻ ലേന, യാദ് രഖ്ന, ഖയാൽ കർണ. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതും ഇതേപോലെ പഠിച്ച് ഹിന്ദിക്കാരെ പോലെ സംസാരിക്കുക. आपका धन्यवाद, बहुत शुक्रिया.